ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാട്ടോ പറയാൻ പോണത്. അങ്ങനെ അശ്വിൻ വളരെ നിർബന്ധപൂർവ്വമാണ് നമ്മുടെ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അശ്വിനെ വേറെ ഒന്നുമല്ല, ശ്രുതിനെ താലി കെട്ടിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ശ്യാമും അതുപോലെ തന്നെ ശ്രുതിയും തമ്മിൽ ഒന്നാവും. ശ്യാമിന് അവസാനമായിട്ട് ഒരു അവസരവും കൂടി അശ്വിൻ കൊടുത്തിരിക്കുകയാണ്. അത് ശ്യാം ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ്. പക്ഷേ തൻ്റെ അച്ചേച്ചി അഞ്ജലിയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങി. അപ്പോൾ അഞ്ജലിയാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയും വഴിപാടൊക്കെ ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ അഞ്ജലി ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അഞ്ജലി പിന്നെ ജീവിച്ചിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് പേടിച്ചിട്ടാണ് നമ്മുടെ അശ്വിൻ ആ ഒരു അവസരം ശ്യാമിന് കൊടുക്കുന്നത്. പക്ഷേ ശ്രുതി കല്യാണം കഴിക്കാത്തിടത്തോളം കാലം ശ്യാം ശ്രുതിയുടെ പുറകെ നടക്കുമെന്ന് നന്നായിട്ട് അറിയാം. മാത്രമല്ല ശ്യാം ശ്രുതി എടുത്ത് സംസാരിക്കണം അശ്വിൻ കേട്ടിട്ടുണ്ടായിരുന്നു, നിന്നെ ചുറ്റിപ്പറ്റി തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അശ്വിൻ ശ്രുതിനെ കല്യാണം കഴിച്ചത്. അപ്പോൾ വീട്ടിലേക്ക് ശ്രുതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശ്യാമിൻ്റെ ആ ഒരു കള്ളത്തരങ്ങളൊക്കെ അശ്വിനെ കണ്ടുപിടിക്കുകയും ചെയ്യാം. ശ്രുതിയും ശ്യാമും ഒരിക്കലും ഒന്നാവില്ലല്ലോ. അതിനെ വേണ്ടിയിട്ടാണ് കേട്ടോ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെയൊക്കെ അശ്വിൻ ചെയ്യണത്. അപ്പോൾ വീട്ടിൽ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ശ്രുതി എടുത്ത് ആരും ഒന്നും മിണ്ടില്ല കേട്ടോ. നമ്മുടെ പ്രീതി എടുത്ത് മിണ്ടാനൊക്കെ ശ്രുതി ഒരുപാട് പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ പ്രീതി മൈൻഡ് പോലും ചെയ്യില്ല. ആരും മിണ്ടത്തൊന്നുമില്ല ശ്രുതിയുടെ അടുത്ത്. ഭക്ഷണം കഴിക്കാൻ ആണെങ്കിലും പ്രസാദം കൊടുക്കാനാണെങ്കിലും ഒന്നും ശ്രുതിനെ മാത്രം വിളിക്കത്തില്ല. എല്ലാവർക്കും ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ആവശ്യത്തിനൊക്കെ മിണ്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി പറയേണ്ട അശ്വിനോട്, എൻ്റെ അടുത്ത് എല്ലാവരും വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്, എല്ലാത്തിനും കാരണം നിങ്ങളാണ്, ഞാനൊരു അനാഥയായതുകൊണ്ടിട്ടായിരിക്കും എല്ലാവരും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളുടെ ചെയ്തത്, നിങ്ങൾ എന്തിനെന്നെ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അശ്വിൻ അതിന് മറുപടി പറയത്തില്ല. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. അത് മാത്രമല്ല അശ്വിനാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി ശ്രുതിനെ പുറത്താണ് കിടത്തുന്നത്, അതായത് ബാൽക്കണിയിലാണ് കിടത്തുന്നത്. അവിടെ കിടക്കുന്ന ശ്രുതിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് തണുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പുതപ്പെടുത്ത് കൊടുക്കുമെന്നല്ലാണ്ട് വേറൊരു സ്നേഹവും അശ്വിൻ ശ്രുതി എടുത്ത് കാണിക്കില്ല. വേറൊരു ബന്ധം അവർ തമ്മിലില്ല കേട്ടോ കുറച്ച് നാളത്തേക്ക്. ബൈ ബൈ.